പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശ്വാസവും യുക്തിയും എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെ പറയുകയാണ്: ഈ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്ന് നിരാശപ്പെടാനുള്ള പ്രലോഭനമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിരാശപ്പെടാനുള്ള ഒരു പ്രലോഭനം നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഒരു പ്രലോഭനത്തെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റുക? ഒരു പ്രലോഭനത്തെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ അതിന് ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. ഒരു പ്രലോഭനത്തെ നമുക്ക് അതിജീവിക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. ചിലരൊക്കെ കാര്യത്തിൽ നിരാശ എന്ന് പറയുന്ന ഒരു പ്രലോഭനം മാത്രമല്ല, അതിനപ്പുറം അതൊരു അടിമത്വമായി തന്നെ മാറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നിരാശപ്പെട്ട് ഈ നിരാശയുടെ ബന്ധനത്തിനായി ജീവിതം മുഴുവനും കൈമോശം പോകുന്ന എത്രയോ ജീവിതങ്ങളാണുള്ളത്. ജീവിതം അവസാനിപ്പിക്കുന്നവർ തന്നെ എത്രയോ പേരാണുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ നിരാശ എന്ന് പറയുന്നത് ഒരു പൈശാചിക ബന്ധനമായി നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് പറ്റില്ല. മറിച്ച് അവർ വലിയൊരു ഡിപ്രഷനിലേക്ക് തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് ഒരു ഡെലിവറൻസ് തന്നെയാണ് ആവശ്യം. ഒരു സമ്പൂർണമായ വിടുതൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുത്തെ അഭിഷിക്തരിലൂടെ നൽകുന്ന വലിയൊരു വിടുതൽ തന്നെയാണ് ആവശ്യമായിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇത് പ്രത്യാശയുടെ വിശുദ്ധ വർഷമാണ്. നമ്മളെ അടിമപ്പെടുത്തുന്ന എല്ലാ നിരാശകളിൽ നിന്നും നമ്മൾ പുറത്ത് കടന്നുകൊണ്ട് ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലും പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് കടന്നു വരാനായി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന ഒരു കൃപയുടെ കാലഘട്ടമാണിത്. അതുകൊണ്ട് ദൈവം ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്ന ഈ ഒരു അഭിഷേകത്തെ നമ്മൾ സ്വീകരിക്കണം. നമ്മൾ പ്രത്യാശയിൽ നമുക്ക് വളരാനായിട്ട് പറ്റണം. അതിനുവേണ്ടി ഡിവൈൻ മെർസി ഫൗണ്ടേഷൻ ഒരുക്കുന്ന വളരെ സവിശേഷമായ ഒരു ധ്യാനമാണ് പ്രത്യാശയുടെ വിശുദ്ധ വർഷ ധ്യാനം. ആലപ്പുഴ IMS ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ഈ സവിശേഷമായ ധ്യാനത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.